എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. വീശിയടിക്കാണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ലെയറോട് കൂടിയ നല്ലൊരു പൊറോട്ടയാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടേനു. അത് പഴയ വീഡിയോ ആണ്, അതുകൊണ്ട് ഇത് ഒന്നും കൂടി ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കൂ. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയ പൊറോട്ടയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഫാ ചിക്കനാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ല സോഫ്റ്റുള്ള പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് തന്നെ വേണമെന്നില്ല, പാലിന് പകരം വെള്ളത്തിലും നമുക്കിത് കുഴച്ചെടുക്കാം. പാലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഹാഫ് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ലെമൺ പിഴിഞ്ഞു കൊടുത്താൽ പൊറോട്ടയ്ക്ക് നല്ല കളർ കിട്ടും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ തണുത്ത പാലെടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിന്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തത്. അത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവിൽ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാം കേട്ടോ. സാധാ നോർമൽ പച്ചവെള്ളം എടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. 1 കിലോ വരെ മൈദ ചേർക്കുമ്പോൾ 1 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 കിലോയിൽ കൂടുതൽ, ഒരു 2 കിലോനെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം, നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിതാ ഒന്ന് തുറന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോരോ ബോൾസാക്കി മാറ്റാം. 10 മിനിറ്റ് വെക്കുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഒരുപാട് കുഴച്ച് കൈ വേദന എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റോ അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. എന്നിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഓരോരോ ബോൾസാക്കി മാറ്റുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ബോൾസാക്കി മാറ്റുന്നുണ്ട്. ഒരു 11 ഉരുളകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീക്ക് പകരം ഡാൽഡ എടുക്കാം. ഡാൽഡ ഉണ്ടെങ്കിൽ ഡാൽഡ എടുക്കലാണ് കൂടുതൽ നല്ലത്. ഈ ഗീ കുറച്ച് കട്ടിയായിട്ടല്ല ഉള്ളത്. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ഈ ഗീ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഗീയും ഓയിലെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉരുളകളാക്കി വെച്ച മാവിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തുന്നതും അത്ര കനം കുറച്ചിട്ടും അത്ര റൗണ്ടിലൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക, അത്ര തന്നെ. ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നല്ല റൗണ്ടായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് പരത്തിയെടുത്തത്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഗീയും ഓയിലും കൂടെ മിക്സ് ആക്കിയതുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പ്ലേറ്റിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ പരത്തിയ ആ ഒരു ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും 1 ടേബിൾ സ്പൂണോളം ഓയിലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ മുഴുവനും ഇതിൽ പിടിക്കുകയൊന്നും ചെയ്യില്ല. നമുക്കത് പിന്നീട് ഇങ്ങോട്ട് കിട്ടും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് ഓയിലും ഈ ഒരു പൊറോട്ടക്ക് ആവില്ല. അങ്ങനെ ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ പരത്തി
സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗീ സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഒന്നിച്ച് എല്ലാം പരത്തി വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ റെഡിയാക്കുന്നെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരത്തിയിട്ട് അങ്ങനെയും റെഡിയാക്കാം. ഞാനിതാ ബാക്കിയുള്ളത് ഒന്നിച്ച് പരത്തി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഓയിലെല്ലാം ഇതാ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അത് നമുക്ക് പിന്നീട് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ അധികം ഓയിലും ഈ ഒരു പൊറോട്ടക്ക് ആവില്ല. സൈഡിലൊക്കെ ഇങ്ങനെ ഊറി വരും. അപ്പോൾ അത് നമുക്കിതാ മറ്റൊരു ആ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി വീണ്ടും നമ്മളിത് കുറച്ച് സമയം അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ ഇതുപോലെ ഓയിൽ സൈഡിലെല്ലാം ആയി കിട്ടും. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കാം. ഒരുപാട് സമയം വെക്കരുത്, അതിലും കൂടുതൽ വെക്കണ്ട കേട്ടോ. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം അടച്ച് വെക്കുക. അതിനുശേഷം തുറന്നിട്ടിതാ സൈഡിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഓയിലെല്ലാം വീണ്ടും എടുക്കാം. എന്നിട്ടിതാ ഇതിൽ നിന്നും ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് നമുക്ക് ഒന്നിക്ക് പ്ലേറ്റ് ആ ഒരു മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പുമേലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിക്കുമ്പോൾ നമ്മൾ പൊറോട്ട വീശുന്ന ആ ഒരു വീശി അടിക്കുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇത് കിട്ടുക. നന്നായിട്ട് സോഫ്റ്റായി ഇങ്ങനെ വലിഞ്ഞ് വരും. അന്നേരം ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരു പൊറോട്ടൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ആ ഒരു ഓയിലെല്ലാം നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ കുറച്ച് 1 മണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. അന്നേരം ഇങ്ങനെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും. 1 മണിക്കൂറിലും കൂടുതൽ 1.5 മണിക്കൂറോളം വെക്കുക. അതിലും കൂടുതൽ വെച്ചാൽ എല്ലാം കൂടെ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചതുപോലെയാവും. അതുകൊണ്ട് കുറേ സമയം വെക്കണ്ട. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് എനിക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരെണ്ണം കൂടെ പരത്തിയെടുക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. ഇത് ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിക്കോല് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് പരത്താനെല്ലാം. അപ്പോൾ ഒരെണ്ണം കൂടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഓട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു പൊറോട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ചെറുതായിട്ട് മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് റെഡിയായി എന്ന് കാണുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ മറിച്ചിട്ടിട്ട് 1 മിനിറ്റോളമൊക്കെ വെക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ മറിച്ചിട്ടിട്ട് വീണ്ടും അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ 1 മിനിറ്റ് വെക്കണ്ട കേട്ടോ, ഒരു 1/2 മിനിറ്റെല്ലാം ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നമ്മുടെ ആ ബാക്കിയുള്ള ഓയിലിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങനെ ആക്കലില്ല. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ആക്കിയെന്നേ ഉള്ളൂ. വേണമെങ്കിൽ മാത്രം മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അങ്ങനെയാകുമ്പോൾ ഒന്ന് പൊങ്ങി വരും. അങ്ങനെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ പൊറോട്ട ചുട്ടതിന് ശേഷം ഞാൻ ഒരു 4 എണ്ണം ചുട്ടതിന് ശേഷം ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ലെയറും നല്ല സോഫ്റ്റുമാണ് ഈ ഒരു പൊറോട്ട. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ നല്ല കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഫ ചിക്കൻ്റെ കൂടെയെല്ലാം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.